നടുക്കത്തോടെയല്ലാതെ കേൾക്കാൻ കഴിയാത്ത ഒന്നാണ് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ അപ്രതീക്ഷിത വിയോഗം. ബാരാമതിയിലെ ലാൻഡിങ്ങിനിടെ അദ്ദേഹം സഞ്ചരിച്ചിരുന്ന ലിയർജെറ്റ് 45 വിമാനം തകർന്നു വീണ വാർത്ത ഇന്ത്യൻ രാഷ്ട്രീയ ലോകത്തെയും പൊതുസമൂഹത്തെയും ഒരുപോലെ സ്തബ്ധരാക്കിയിരിക്കുന്നു. VVIP സുരക്ഷയുടെ പഴുതുകളെക്കുറിച്ചും സ്വകാര്യ വിമാനയാത്രകളിൽ മറഞ്ഞിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ചും ഗൗരവകരമായ ചർച്ചകൾക്ക് ഈ ദുരന്തം വീണ്ടും തിരികൊളുത്തിയിരിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനവും സാങ്കേതിക തകരാറുകളും പ്രാഥമിക കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോഴും അധികാരത്തിൻ്റെ ഉന്നത ശ്രേണിയിലുള്ളവർ സഞ്ചരിക്കുന്ന വിമാനങ്ങളുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ എത്രത്തോളം കാര്യക്ഷമമാണ് എന്ന ചോദ്യം ബാക്കിയാവുന്നു. ലിയർജെറ്റ് 45 പോലെയുള്ള അത്യാധുനിക വിമാനങ്ങൾ പോലും അപകടത്തിൽ പെടുന്നു എന്നത് വിമാനയാത്രയിലെ അപ്രതീക്ഷിതത്വങ്ങളെയാണ് എടുത്തു കാണിക്കുന്നത്. ബാരാമതിയിൽ രണ്ടാം തവണ വിമാനം ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് നിയന്ത്രണം നഷ്ടപ്പെട്ടതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വ്യോമയാന ചരിത്രത്തിൽ ഗോ എറൗണ്ട് എന്ന് വിളിക്കപ്പെടുന്ന ഈ പ്രക്രിയ പൈലറ്റുമാരെ സംബന്ധിച്ചിടത്തോളം അതീവ സമ്മർദ്ദമുണ്ടാക്കുന്ന ഒന്നാണ്. ആദ്യ ലാൻഡിംഗ് ശ്രമം പരാജയപ്പെടുമ്പോൾ വിമാനം വീണ്ടും ഉയർത്തി രണ്ടാമതൊരു ശ്രമത്തിന് തയ്യാറെടുക്കുമ്പോൾ എഞ്ചിൻ കരുത്തും കാറ്റിൻ്റെ ഗതിയും തമ്മിലുള്ള കൃത്യമായ ഏകോപനം അനിവാര്യമാണ്. ഇവിടെ അല്പം പോലും പിഴവ് സംഭവിക്കുന്നത് വിനാശകരമായ ഫലങ്ങളിലേക്ക് നയിക്കും. VVIP യാത്രകളിൽ പലപ്പോഴും വില്ലനാകുന്നത് VVIP സിൻഡ്രോം എന്ന് വ്യോമയാന വിദഗ്ധർ വിശേഷിപ്പിക്കുന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥയാണ്. പ്രമുഖ വ്യക്തികളുടെ സമയക്രമം പാലിക്കുക എന്നത് പൈലറ്റുമാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണ്. നിശ്ചയിച്ച സമയത്ത് യോഗങ്ങളിൽ പങ്കെടുക്കണമെന്ന രാഷ്ട്രീയ നേതാക്കളുടെ താൽപ്പര്യവും സമ്മർദ്ദവും പലപ്പോഴും സുരക്ഷാ മാനദണ്ഡങ്ങളെ അവഗണിക്കാൻ പൈലറ്റുമാരെ പ്രേരിപ്പിക്കാറുണ്ട്. കാലാവസ്ഥ അനുകൂലമല്ലെങ്കിലും അല്ലെങ്കിൽ സാങ്കേതികമായി ചെറിയ തടസ്സങ്ങൾ അനുഭവപ്പെട്ടാലും ലാൻഡിങ്ങുമായി മുന്നോട്ട് പോകാൻ പൈലറ്റുമാർ നിർബന്ധിതരാകുന്ന സാഹചര്യം പലപ്പോഴും ദുരന്തങ്ങളിലേക്കാണ് അവസാനിക്കാറുള്ളത്. ഇത്തരമൊരു സമ്മർദ്ദം ബാരാമതിയിൽ അപകടത്തിന് പിന്നിലും ഉണ്ടോ എന്നത് ഗൗരവകരമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം ഇന്ത്യയിലെ വിമാന അപകടങ്ങളിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. പെട്ടെന്നുണ്ടാകുന്ന കാറ്റും മൂടൽമഞ്ഞും ദൃശ്യപരത കുറയ്ക്കുന്നതും വിമാനങ്ങളുടെയും ഹെലികോപ്റ്ററുകളുടെയും ഗതി നിയന്ത്രിക്കുന്നത് പ്രയാസകരമാക്കുന്നു. പശ്ചിമഘട്ട മേഖലയിലും മറ്റും ഭൂപ്രകൃതിയുടെ സങ്കീർണത അപകട സാധ്യത ഇരട്ടിയാക്കുന്നു. ബാരാമതിയിലെ ഭൂപ്രകൃതിയും പെട്ടെന്നുണ്ടായ കാലാവസ്ഥാ മാറ്റങ്ങളും ലാൻഡിങ്ങിനിടെ വിമാനത്തിൻ്റെ നിയന്ത്രണം തെറ്റിക്കാൻ കാരണമായിട്ടുണ്ടാകാം. സ്വകാര്യ ചാർട്ടേഡ് വിമാനങ്ങൾ പലപ്പോഴും വാണിജ്യ വിമാനങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞ റൺവേകളിലും പരിമിതമായ സൗകര്യങ്ങളുള്ള വിമാനത്താവളങ്ങളിലും ലാൻഡ് ചെയ്യേണ്ടി വരാറുണ്ട്. ഇത് പൈലറ്റിൻ്റെ ജോലിഭാരം വർദ്ധിപ്പിക്കുകയും അപകടങ്ങൾക്കുള്ള സാധ്യത കൂട്ടുകയും ചെയ്യുന്നു. സാങ്കേതിക പരിപാലനത്തിലെ വീഴ്ചകളാണ് ഇത്തരം അപകടങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന മറ്റൊരു പ്രധാന ഘടകം. വൻകിട വിമാന കമ്പനികൾക്ക് കൃത്യമായ അറ്റകുറ്റപ്പണി സംവിധാനങ്ങളും കർശനമായ പരിശോധനകളും ഉണ്ടാകുമെങ്കിലും ചെറിയ ചാർട്ടേഡ് കമ്പനികൾ പലപ്പോഴും ഈ കാര്യത്തിൽ ലാഭനഷ്ടങ്ങൾ കണക്കിലെടുക്കാറുണ്ട്. ഓരോ പറക്കലിനു മുമ്പും നടത്തേണ്ട സുരക്ഷാ പരിശോധനകളിൽ ചെറിയൊരു അശ്രദ്ധ കാണിച്ചാൽ പോലും അത് വലിയൊരു ദുരന്തത്തിന് കാരണമാകും. ലിയർജെറ്റ് 45 വിമാനത്തിൻ്റെ എഞ്ചിൻ തകരാറോ അല്ലെങ്കിൽ നിയന്ത്രണ സംവിധാനങ്ങളുണ്ടായ പിഴവോ അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട്. DGCA പ്രഖ്യാപിച്ച ഉന്നതതല അന്വേഷണം ഈ വിടവുകളിലേക്ക് വെളിച്ചം വീശുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഉന്നത നേതാക്കളുടെ വിയോഗങ്ങൾ പരിശോധിച്ചാൽ ഹെലികോപ്റ്റർ വിമാന അപകടങ്ങളുടെ നീണ്ട നിര തന്നെ കാണാൻ സാധിക്കും. YS രാജശേഖര റെഡ്ഡി, മാധവറാവു സിന്ധ്യ, GMC ബാലയോഗി, ദോർജി ഖണ്ഡു തുടങ്ങിയ പ്രമുഖരുടെ ജീവൻ അപഹരിച്ചത് ഇത്തരം വ്യോമയാന ദുരന്തങ്ങളാണ്. ഈ സംഭവങ്ങളിൽ നിന്നെല്ലാം നാം പാഠങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നത് സംശയാസ്പദമാണ്. ഓരോ അപകടത്തിന് ശേഷവും സുരക്ഷാ പ്രോട്ടോക്കോളുകൾ പരിഷ്കരിക്കാറുണ്ടെങ്കിലും പ്രായോഗിക തലത്തിൽ ഇവ എത്രത്തോളം നടപ്പിലാക്കപ്പെടുന്നു എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. VVIP യാത്രകൾക്ക് മാത്രമായി പ്രത്യേക സുരക്ഷാ മാനദണ്ഡങ്ങളും കൂടുതൽ പരിചയസമ്പന്നരായ പൈലറ്റുമാരെയും നിയോഗിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. വിമാന അപകടങ്ങൾ കേവലം ഒരു സാങ്കേതിക തകരാർ മാത്രമായി കാണാൻ കഴിയില്ല. അതിനു മുന്നിൽ മനുഷ്യസഹജമായ തെറ്റുകളും പാരിസ്ഥിതികമായ വെല്ലുവിളികളും ലയിച്ചു ചേർന്നിരിക്കുന്നു. സുരക്ഷാ ക്രമീകരണങ്ങളിൽ വരുത്തുന്ന വിട്ടുവീഴ്ചകൾക്ക് വലിയ വില നൽകേണ്ടി വരുമെന്ന് അജിത് പവാറിന്റെ വിയോഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. രാഷ്ട്രീയ നേതൃത്വവും സിവിൽ ഏവിയേഷൻ അധികൃതരും കൈകോർത്ത് പ്രവർത്തിച്ചാൽ മാത്രമേ ഇത്തരം ദുരന്തങ്ങൾ ഭാവിയിൽ ഒഴിവാക്കാൻ സാധിക്കൂ. യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്ന ഒരു വ്യോമയാന സംസ്കാരം വളർത്തിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു VVIP അപകടത്തിൽപ്പെടുമ്പോൾ അത് വ്യക്തിപരമായ നഷ്ടം എന്നതിലുപരി രാജ്യത്തിൻ്റെ ഭരണപരമായ സ്ഥിരതയെയും ബാധിക്കുന്നു. അതുകൊണ്ട് തന്നെ VVIP യാത്രകൾക്കായി ഉപയോഗിക്കുന്ന വിമാനങ്ങളുടെ കാലപ്പഴക്കം, അറ്റകുറ്റപ്പണികളുടെ ഗുണനിലവാരം, പൈലറ്റുമാരുടെ മാനസികവും ശാരീരികവുമായ ക്ഷമത എന്നിവയിൽ കർശനമായ ഓഡിറ്റിംഗ് ആവശ്യമാണ്. പൈലറ്റുമാരുടെ മേൽ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്താനുള്ള സംവിധാനങ്ങൾ വിമാനത്താവളങ്ങളിൽ ഉണ്ടാകണം. കാലാവസ്ഥാ പ്രവചനങ്ങൾ കൂടുതൽ കൃത്യതയുള്ളതാകുകയും അപായ സൂചനകൾ ഉണ്ടാകുമ്പോൾ യാത്രകൾ മാറ്റിവെക്കാനുള്ള ആർജവം നേതൃത്വം കാണിക്കുകയും വേണം. അജിത് പവാറിന്റെ വിയോഗം സൃഷ്ടിച്ച ശൂന്യത ചെറുതല്ല. വികസന പ്രവർത്തനങ്ങളിലും രാഷ്ട്രീയ തന്ത്രങ്ങളിലും സജീവമായിരുന്ന ഒരു നേതാവിൻ്റെ ഇത്തരം അന്ത്യം നാടിന് വലിയ നഷ്ടമാണ്.
ഈ ദുരന്തത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് ഇനി ഒരു ജീവൻ കൂടി ഇത്തരം അപകടങ്ങളിൽ പൊരിയാതിരിക്കാനുള്ള ജാഗ്രതയാണ് നാം പുലർത്തേണ്ടത്. DGCAയുടെ അന്വേഷണ റിപ്പോർട്ട് കേവലം ഒരു രേഖയായി ഒതുങ്ങാതെ VVIP സുരക്ഷാ മാനദണ്ഡങ്ങളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കാരണമാകട്ടെ. സുരക്ഷ എന്നത് ഒരു ആഡംബരമല്ല, മറിച്ച് ഓരോ യാത്രക്കാരൻ്റെയും അവകാശമാണ്. അത് ഉറപ്പുവരുത്തുക എന്നത് അധികൃതരുടെ ഉത്തരവാദിത്തവുമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.